ഇ.പി. ജയരാജന്റെ ആത്മഹത്യാ വിവാദത്തിൽ നടപടിയുമായി ഇപ്പോൾ DC ബുക്സ് രംഗത്ത് വരികയാണ്. പബ്ലിക്കേഷൻ വിഭാഗം മാനേജർ A.V. ശ്രീകുമാറിനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. കരാർ വാങ്ങുന്നതിൽ വീഴ്ച വരുത്തിയെന്ന കണ്ടെത്തലിനെ തുടർന്നാണ് നടപടി വരുന്നത്. ഷിനോജ് എസ്റ്റിയാണ് വിവരങ്ങൾ നൽകാൻ ചേരുന്നത്. ഷിനോജ്, ഈ ഇ.പി.യെ ശരിവെക്കുന്ന തരത്തിലുള്ള മൊഴിയടക്കം മാതൃഭൂമി ന്യൂസ് പുറത്തുവിട്ടതിന് തൊട്ടു പിന്നാലെ വരുന്ന നടപടിയാണ്. ഈ പബ്ലിക്കേഷൻസിന്റെ വിഭാഗം ഏത് സ്ഥാനത്തിരിക്കുന്ന ആൾക്കെതിരെയാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത്? എന്ത് കാരണം പറഞ്ഞാണ് ആദ്യ നടപടി വരുന്നത്? ഷിനോജ്, ആത്മകഥാ വിവാദത്തിൽ നടപടി വരികയാണ്. ഷിനോജ്, തുറന്നോളൂ. ഇന്ന് DC ബുക്സിന്റെ ഉടമ തന്നെ രവി DC തന്നെ കോട്ടയം DYSPക്ക് മുന്നിൽ മൊഴി രേഖപ്പെടുത്താനെത്തി. അതിന് പിന്നാലെയാണ് ഇപ്പോൾ പബ്ലിക്കേഷൻ വിഭാഗം മേധാവിയായിട്ടുള്ള A.V. ശ്രീകുമാറിനെതിരെ മാനേജ്മെന്റ് നടപടി എടുത്തിരിക്കുന്നത്. നടപടിക്രമങ്ങളൊന്നും തന്നെ ഔദ്യോഗികമായി DC ബുക്സ് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. പക്ഷേ അതിനകത്തുള്ള ജീവനക്കാർ പലരും പറയുന്നത് ഇത് അദ്ദേഹത്തിനെതിരെ, അതായത് ഈ പബ്ലിക്കേഷൻ വിഭാഗം മേധാവിയായിട്ടുള്ള A.V. ശ്രീകുമാറിനെതിരെ നടപടി എടുത്തു എന്ന് തന്നെയാണ്. അദ്ദേഹം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി, അതായത് ഈ വിവാദം ഉണ്ടായതിനു ശേഷം കുറച്ച് കാലങ്ങളായി അവധിയിലാണ്. അതിന് പിന്നാലെയാണ് ഔദ്യോഗികമായി ഇപ്പോൾ ഈ DC ബുക്സ് ഇയാളെ സസ്പെൻഡ് ചെയ്യുന്ന, അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യുന്നതിലേക്ക് കടന്നിരിക്കുന്നത്. പ്രധാനമായും ഇ.പി. ജയരാജന്റെ പുസ്തകത്തിന്റെ പ്രസിദ്ധീകരണമായി ചുമതല ഉണ്ടായിരുന്നത് ഈ A.V. ശ്രീകുമാറിനാണ്. പക്ഷേ ഇദ്ദേഹം കരാർ വാങ്ങാതെയാണ് പ്രസിദ്ധീകരണ കാര്യങ്ങളുമായി മുന്നോട്ട് പോയത് എന്നാണ് ലഭ്യമാകുന്ന വിവരം. അതിൽ ഈ കരാർ വാങ്ങുന്നതിൽ വീഴ്ചയുണ്ടായി എന്ന കണ്ടെത്തലിനെ തുടർന്നാണ് ഇപ്പോൾ ഈ ശ്രീകുമാറിനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യാൻ DC ബുക്സ് തീരുമാനിച്ചിരിക്കുന്നത്. അതേസമയത്ത് തന്നെ വിശദീകരണമായി DC ബുക്സ് രംഗത്തെത്തിയിട്ടുണ്ട്. അതിൽ പറയുന്നത് കരാറുണ്ടോ അത് സംബന്ധിച്ച കാര്യങ്ങളൊന്നും തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വ്യക്തതക്കുറവുണ്ട് വച്ചുകൊണ്ടാണ് DC-യുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിരിക്കുന്നത്. അതിൽ DC പറയുന്നത് കരാറുണ്ടെന്നോ ഇല്ലെന്നോ ഒന്നും വ്യക്തമായി പറയുന്നില്ല. പക്ഷേ നടപടിക്രമങ്ങൾ വാങ്ങിയിട്ടാണ് DC ബുക്സ് ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയത് എന്നുള്ള വാദമാണ് DC ബുക്സ് പറയുന്നത്. അതേസമയം തന്നെ ഇത്തരത്തിൽ കരാറുണ്ടോയിരുന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ധാരണ ഉണ്ടായിരുന്നോ സംബന്ധിച്ച് വ്യക്തമായി തുറന്നു പറയാനും DC ബുക്സ് ഇതുവരെ തയ്യാറായിട്ടില്ല. പ്രതീഷ്, ഷിനോജ്, നമുക്കറിയാമല്ലോ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇ.പി. ജയരാജന് ഗൂഢാലോചന ആരോപിച്ചിരിക്കുന്നു. അതിന്മേലാണ് പോലീസിന്റെ പരിശോധന വരുന്നതും. ഇനി റിപ്പോർട്ടൊക്കെ തയ്യാറാക്കിയും പിന്നീട് ഒരുപക്ഷേ അന്വേഷണം വിപുലമായ രീതിയിലേക്കൊക്കെ വരുന്ന ആളുകളിൽ പോയേക്കാം. അങ്ങനെ വരുമ്പോൾ ഒരു മുഖം രക്ഷിക്കലിൻ്റെ ഭാഗമായി ആദ്യം ഒരു നടപടി എന്ന നിലയ്ക്കൊക്കെ നമ്മൾ ഇതിനെ കാണേണ്ടി വരുമോ? കാരണം വ്യക്തമായൊരു വിശദീകരണം ഉണ്ടെന്നോ ഇല്ലെന്നോ വ്യക്തമാക്കാനോ വിശദീകരിക്കാനോ DC ബുക്സിൻ്റെ മേധാവിക്ക് കഴിയുന്നുമില്ല. തീർച്ചയായും പ്രതീക്ഷ, ഈ വൈകിട്ട് വന്ന ഫേസ്ബുക്ക് പോസ്റ്റിൽ കൃത്യമായി എന്താണ് എന്ന് അവരൊന്നും പറയുന്നില്ല. നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോയിട്ടാണ് ഇത്തരത്തിൽ പുസ്തകം പ്രസിദ്ധീകരിച്ച് അതിലേക്ക് കടന്നത് എന്നൊരു വാദമാണ് DC ബുക്സ് പറയുന്നത്. പക്ഷേ നമുക്കറിയാം, ഇതിപ്പോൾ കേസ് ഇപ്പോൾ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് ഇപ്പോൾ DYSPയുടെ കയ്യിലിരിക്കുകയാണ്. അത് ഇന്ന് SP-ക്ക് കൈമാറും. ഇന്ന് രാത്രി തന്നെ നമുക്ക് ലഭ്യമാകുന്ന വിവരമനുസരിച്ച് ഇന്ന് രാത്രി തന്നെ DGPക്ക് കൈമാറുമെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം എന്ന് പറയുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് ഈ നിലവിലെ സാഹചര്യത്തിൽ ഇത് കേസെടുക്കും, FIR ഇട്ട് കേസെടുക്കാനുള്ള സാഹചര്യമാണ് മുന്നിലുള്ളത്. അങ്ങനെ വരികയാണെങ്കിൽ കൂടുതൽ, അതായത് ജീവനക്കാരിൽ പലരെയൊക്കെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി വിളിപ്പിക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും. പ്രത്യേകിച്ച് ഈ പബ്ലിക്കേഷൻ വിഭാഗം മേധാവിയായിട്ടുള്ള ശ്രീകുമാറിനൊക്കെ വിളിപ്പിച്ച് ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് ഇത്തരത്തിൽ ഇതെങ്ങനെയാണ് ആത്മകഥ ഭാഗങ്ങൾ പുറത്ത് പോയതെന്ന് സംബന്ധിച്ച് കൂടുതൽ വ്യക്തത പോലീസിന് തേടേണ്ടതായിട്ട് വരും. കൂടുതൽ മൊഴി രേഖപ്പെടുത്തലുകളൊക്കെ അങ്ങനെ ആ സമയത്ത് തന്നെ ഉണ്ടാകും. അതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇപ്പോൾ DC ബുക്സ് ഇത്തരത്തിലൊരു നടപടി. എന്തായാലും പിഴവ് സമ്മതിക്കുന്നു എന്നാണ് നമ്മൾ ഈ പറയേണ്ടത്. കാരണം ഫേസ്ബുക്കിലൂടെ രണ്ടുപേര് കുറിക്കുന്നു, ഞങ്ങൾക്ക് ശരിയായ നടപടിക്രമങ്ങളിലൂടെയാണ് ഞങ്ങൾ മുന്നോട്ട് പോയത് എന്നൊക്കെ പറയുമ്പോഴും ഒരു പിഴവ് ശരിവയ്ക്കുന്ന തരത്തിലേക്കാണ് ഈ നടപടി പോകുന്നത്. എന്തായാലും DC ബുക്സ് മേധാവി DC രവിയുടെ പ്രതികരണം നമ്മൾ ചോദിച്ചിരുന്നു. ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു. പക്ഷേ അതിനൊന്നും അദ്ദേഹം ഷിനോജിനോട് മറുപടി നൽകിയതേയില്ല. ആ പ്രതികരണം നമുക്കൊന്ന് കേൾക്കാം. എന്താണ് സാർ മൊഴി, എന്താണ് സാർ രേഖപ്പെടുത്തിയിരിക്കുന്നത്? ഇ.പി.യുമായി ബന്ധപ്പെട്ട് കരാറുണ്ടായിരുന്നോ സാറിന്? സാർ ഇ.പി. ജയരാജനുമായി ബന്ധപ്പെട്ട് കരാറുണ്ടായിരുന്നോ സാർ? എസ്വർണോ സാർ കരാറുണ്ടായിരുന്നോ സാർ? സാർ എന്താ സാർ മൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നത്? എന്താ സാർ മൊഴിയിൽ എന്താ സാർ രേഖപ്പെടുത്തിയിരിക്കുന്നത്? സാർ കരാറുണ്ടായിരുന്നോ? സാർ കരാറുണ്ടായിരുന്നോ സാർ? സാറേ സാർ ഇ.പി.യുമായി ബന്ധപ്പെട്ട് കരാറുണ്ടായിരുന്നോ? മൗനം മാത്രം, ചോദ്യങ്ങൾ പ്രസക്തവുമായിരുന്നു. അങ്ങനെ ഒഴിഞ്ഞു മാറി പിന്നീട് ഫേസ്ബുക്കിലൂടെയാണ് മറുപടി വന്നത്. ഞങ്ങളെല്ലാം ശരിയാക്കി, പക്ഷേ അങ്ങനെ ശരിയാക്കിയെങ്കിൽ എന്തിനാണ് ഈ ഒരു ജീവനക്കാരനെതിരെ പബ്ലിക്കേഷൻ വിഭാഗത്തിൻ്റെ മാനേജർക്കെതിരെ നടപടിയെടുത്തിരിക്കുന്നത് എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഷിനോജാണ് വിവരങ്ങൾ നൽകിയത്.
ഷിനോജിലേക്ക് ഒരിക്കൽ കൂടി. ഷിനോജ്, അങ്ങനെ വളരെ ഗൗരവമേറിയ ഒരു സംഭവമായി ഇത് മാറുകയാണ്. പിഴവ് സമ്മതിച്ചിരിക്കുന്നു. ഒരു പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനെതിരെ നടപടി വരുമ്പോൾ തീർച്ചയായും അത് എന്തുകൊണ്ട് സംഭവിച്ചതാണ്? അങ്ങനെ എന്തെങ്കിലും ആശയവിനിമയങ്ങൾ ഇപിയുമായി നടത്തിയിരുന്നോ? എവിടെയാണ് പിഴച്ചത്? ഇത് എവിടെയൊക്കെ ഒരു പുകമറയാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ DC-യുടെ പ്രതികരണം നമ്മൾ ചോദിച്ചത്, പ്രതികരണമെന്ന് പറയാൻ കഴിയില്ല, നമ്മൾ പ്രതികരിക്കാൻ അദ്ദേഹത്തിനോട് ചോദ്യങ്ങൾ ഇട്ടുകൊടുത്തെങ്കിലും വളരെ പ്രസക്തമായ ചോദ്യത്തിനൊക്കെ അദ്ദേഹത്തിന് മൗനം മാത്രമായിരുന്നു മറുപടി. അപ്പോഴൊക്കെ ദുരൂഹത വീണ്ടും ബലപ്പെടുകയല്ലേ? തീർച്ചയായും പ്രതീക്ഷയായിരുന്നു. നമ്മൾ ചോദിച്ച ചോദ്യം ക്ലിയർ ആയിരുന്നു. അതായത് ഇത്തരത്തിൽ EP ജയരാജനുമായി പുസ്തകം പുറത്തിറക്കുന്നതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള കരാർ ഉണ്ടോ ഇല്ലയോ? ആ ചോദ്യത്തിന് ഒരു yes or no ക്വസ്റ്റ്യൻ മാത്രമാണ് നമ്മളിന്ന് രവി DC-യുമായി ചോദിച്ചത്. പക്ഷേ അതിലൊന്നും തന്നെ കൃത്യമായ മറുപടി നൽകാൻ അദ്ദേഹം തയ്യാറായില്ല. പക്ഷേ അദ്ദേഹം DYSPക്ക് നൽകിയിരിക്കുന്ന മൊഴി എന്ന് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട ഒരു കരാറില്ലായിരുന്നു. DYSPയുടെ കൃത്യമായ വിശദീകരണത്തോടു കൂടിയാണ് നമ്മൾ വാർത്ത നൽകിയത്. അതിനുശേഷമാണ് വൈകിട്ട് ഈ DC ബുക്സിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലൊരു വിശദീകരണം, ഒരു ഫേസ്ബുക്ക് പോസ്റ്റായി വന്നിരിക്കുന്നത്. ആ പോസ്റ്റ് ഒന്ന് നമുക്ക് വായിക്കാം. EP ജയരാജന്റെ പുസ്തകവുമായി ബന്ധപ്പെട്ട് DC ബുക്സ് ഇന്ന് മൊഴി നൽകിയിട്ടുണ്ട്. ചില മാധ്യമങ്ങളോട് വരുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണ്, അവ ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്നുണ്ട്. മാത്രമല്ല, നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട് മാത്രമേ DC ബുക്സ് പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കാറുള്ളൂ. അന്വേഷണം നടക്കുന്ന ഘട്ടത്തിൽ അഭിപ്രായ പ്രകടനം അനുചിതമാണ്. പക്ഷേ നമ്മൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം ഒന്നും തന്നെ ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇല്ല എന്നതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം. കാരണം കരാർ ഉണ്ടോ ഇല്ലയോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. പക്ഷേ അതുമായി ബന്ധപ്പെട്ട ഉത്തരം നൽകാൻ ഈ DC ബുക്സ് ഇതുവരെയും തയ്യാറായിട്ടില്ല. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ എഴുതിയിരിക്കുന്നത്? വീണ്ടും ഷിനോജ് വായിച്ചതുപോലെ EP ജയരാജന്റെ പുസ്തകവുമായി ബന്ധപ്പെട്ട് DC ബുക്സ് മൊഴി നൽകി. ഓക്കെ, ശരി, നല്ലതാണ്. ചില മാധ്യമങ്ങളിലൂടെ ഇപ്പോൾ വരുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണ്. എന്ത് അടിസ്ഥാനരഹിതം? അവ ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അവ ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്നില്ലാതെ, അല്ലെങ്കിൽ ആശയക്കുഴപ്പം ഇല്ലാതാക്കാൻ എന്താണ് ചെയ്യേണ്ടത്? DC-യുമായി ബന്ധപ്പെട്ട ആളുകളുടെ മറുപടിയാണ് വരേണ്ടത്. ആ മറുപടി നൽകിയെന്ന് ചോദിച്ചാൽ ഇല്ല. കാരണം ഈ DC ബുക്സിന്റെ വിശദീകരണം വരുമ്പോൾ എന്താണ് പറയുന്നത്? നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട് മാത്രമേ DC ബുക്സ് പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കാറുള്ളൂ. എന്ത് നടപടിക്രമമാണ് പാലിച്ചത് എന്ന് പറയണം. അങ്ങനെ നടപടിക്രമങ്ങൾ പാലിച്ചുവെങ്കിൽ പിന്നെ ഈ ജീവനക്കാരനെ എന്തിനാണ് നടപടിക്ക് വിധേയനാക്കിയത്, ബലിയാടാക്കിയിരിക്കുന്നത്? ആ ചോദ്യം പ്രസക്തമല്ലേ ഷിനോജ്? തീർച്ചയായും പ്രതീക്ഷ. കാരണം അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഞങ്ങൾ കൃത്യമായ രീതിയിലുള്ള നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട് മാത്രമാണ് ഇത്തരത്തിൽ പുസ്തകങ്ങൾ DC ബുക്സ് പ്രസിദ്ധീകരിക്കാറുണ്ട് എന്ന് പറയുമ്പോൾ പിന്നെ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ അവരുടെ ജീവനക്കാരനെതിരെ നടപടിയെടുത്തത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമായി ഇവിടെ നിൽക്കുന്നത്. കാരണം അതിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, അന്വേഷണം നടക്കുന്ന ഘട്ടത്തിൽ അഭിപ്രായ പ്രകടനം അനുചിതമാണ് എന്നാണ്. കാരണം എന്നിട്ടും ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നതിൽ കാര്യമായ പ്രശ്നങ്ങളൊന്നും തന്നെയില്ല. രവി DC-യോട് നമ്മൾ ചോദിച്ച ഒരേ ഒരു ചോദ്യം എന്ന് പറയുന്നത് ഇതിൽ കരാറുണ്ടോ ഇല്ലയോ എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യം മാത്രമാണ്. ഇതിൽ അതിനൊരു കൃത്യമായ മറുപടി അവർ നൽകാൻ തയ്യാറായിരുന്നു എങ്കിൽ ഇവിടെ യാതൊരു കാര്യവുമില്ല. കാരണം കരാറുണ്ട്. അവർ പറയുന്ന അനുസരിച്ച് നമുക്കറിയാം, സാധാരണ ഒരു പുസ്തകം തയ്യാറാക്കുമ്പോൾ അത് നിർമ്മാണം ആത്മകഥയാക്കി ആകുമ്പോൾ കൃത്യമായ രീതിയിലുള്ള കരാർ വാങ്ങിയിട്ട് മാത്രമേ ആ പുസ്തകം മുന്നോട്ട് പോവുകയുള്ളൂ. മാത്രമല്ല, അതിന്റെ പ്രസിദ്ധീകരണത്തിന് തലേ ദിവസമാണ് ഇത്തരത്തിൽ അവർ ഫേസ്ബുക്ക് പോസ്റ്റ് വരുന്നത്. നാളെയാണ് EP ജയരാജന്റെ ഭാഗത്ത്. അതായത് ഷിനോജ്, ജനങ്ങളെ ആശയക്കുഴപ്പത്തിലാക്കുന്നത് DC ബുക്സ് തന്നെയാണ്. നമ്മൾ പറയാൻ കാരണം DC ബുക്സിന്റെ പ്രതികരണം തേടി അദ്ദേഹത്തിന് ഒന്നുമേ പറയാനില്ല. വളരെ പ്രസക്തമായ ചോദ്യങ്ങളാണ് ഷിനോജ് മാധ്യമപ്രവർത്തകൻ മാതൃഭൂമി ന്യൂസിലും ചോദിക്കുന്നത്. സർ, കരാറുണ്ടോ? കരാറിനെ കുറിച്ച് അദ്ദേഹം ഒന്നും പറയുന്നില്ല. EP ഇങ്ങനെ ഇപ്പോഴും പിടിയാൽ തൻ്റെ ഭാഗം ഇതാണ് എന്ന് പോലീസിനടക്കം മൊഴി നൽകുന്നുണ്ടല്ലോ. ഇല്ല, മറുപടിയില്ല. പിന്നീട് എന്താണ് കുറിക്കുന്നത്? പിന്നീട് DC ബുക്സിന്റെ തന്നെ ഔദ്യോഗിക പേജിൽ 1 മണിക്കൂർ മുമ്പ് വരുന്ന മറുപടി ഇതാണ്. അതായത് നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട് മാത്രമേ DC ബുക്സ് പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കാറുള്ളൂ എന്ന്. അപ്പോൾ ഇതാണോ നടപടിക്രമങ്ങൾ DC-യുടെ എന്ന ചോദ്യം വളരെ പ്രസക്തമാകുന്നുണ്ട്. മാത്രമല്ല, അങ്ങനെയെങ്കിൽ എന്തിനാണ് ഈ ഉദ്യോഗസ്ഥനെ നടപടിക്ക് വിധേയനാക്കിയിരിക്കുന്നത്? അത് DC-യാണ് ഉത്തരം പറയേണ്ടത്. DC-യാണ് ശരിക്കും ഇവിടെ ആശയക്കുഴപ്പം ഉണ്ടാക്കിയിരിക്കുന്നത്. ക്ലാരിറ്റി വരുത്തേണ്ട ബാധ്യതയിൽ നിന്നും DC ഒഴിഞ്ഞു മാറുമ്പോൾ നമ്മൾ സ്വാഭാവികമായും അരിയാഹാരം കഴിക്കുന്ന ആളുകൾ ചിന്തിച്ചു പോകും, DC-ക്ക് എന്തോ മറച്ചു വയ്ക്കാനുണ്ട് എന്ന്. അപ്പോൾ അവിടെ നമ്മൾ ശരിവെക്കേണ്ടത് EP ജയരാജനെയാണ്. EP ജയരാജൻ പറയുന്നു, എന്തോ ഒരു ഗൂഢാലോചന ഇതിൽ നടന്നിട്ടുണ്ട്. അപ്പോൾ അതിന് പോലീസിന്റെ നടപടികൾ വേണം. ഒരു കിക്ക് വെരിഫിക്കേഷനെ പോലെ ഒരു പരിശോധനയ്ക്ക് ഇപ്പോൾ പോലീസ് തയ്യാറായി. വിശദാംശങ്ങൾ തേടി ഇരുഭാഗങ്ങളിൽ നിന്നും മൊഴി രേഖപ്പെടുത്തി അത് DGPക്ക് മുൻപാകെ പോവുകയാണ്. ഇനി അതൊരു ഒഫൻസിലേക്ക് അടക്കം രജിസ്റ്റർ ചെയ്യേണ്ട തലത്തിലേക്ക് എത്തുമ്പോഴാണ് DC ഇപ്പോൾ ഒരു നടപടിയിലേക്ക് പോയിരിക്കുന്നത്. പ്രസക്തമാണ് ഷിനോജ്. അപ്പോൾ ദുരൂഹതയുടെ മറ ഇങ്ങനെ ഉരുണ്ടുകൂടുകയാണോ വീണ്ടും?
പ്രജീഷ്, അവർക്ക് വേണമെങ്കിൽ പറയാം കൃത്യമായിട്ടുള്ള രീതിയിലുള്ള അവരുടെ നടപടി. അവർ ഈ പുസ്തകം പി ജയരാജന്റെ പുസ്തകം അവർ ഇത്തരത്തിൽ പബ്ലിഷ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ എന്തൊക്കെയാണെന്ന് അവർക്ക് മാധ്യമങ്ങൾക്ക് മുന്നിൽ വിശദീകരിക്കാം. പ്രത്യേകിച്ച് ഇതുമായി ബന്ധപ്പെട്ട ധാരണ, കരാറ്, ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ വിശദീകരിച്ചാൽ ഈ പുകമറയുടെ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. പക്ഷേ ഇവിടെ അതുമായി ബന്ധപ്പെട്ട ഒന്നും തന്നെ വെളിപ്പെടുത്താൻ DC ബുക്സ് ഇതുവരെയും തയ്യാറായിട്ടില്ല. കരാറില്ല എന്ന് മൊഴി ആവർത്തിച്ച് ചോദിച്ചിട്ടും മറുപടിയില്ല. പക്ഷേ പോലീസിന് മുന്നിൽ പറഞ്ഞിരിക്കുന്നു ഇത്തരത്തിലൊരു കരാറ് ഞങ്ങൾക്ക് പി ജയരാജനുമായി ഇല്ല എന്ന്. അപ്പോൾ തന്നെ കാര്യങ്ങൾ വ്യക്തമാണ്. ഇതുമായി ബന്ധപ്പെട്ട കരാറില്ലാതെയാണ് ഇവർ ഈ പുസ്തക പ്രസിദ്ധീകരണവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയത്. പക്ഷേ കരാറില്ലാതെ ഒരു പുസ്തകം എങ്ങനെ പ്രസിദ്ധീകരിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് നമ്മളും ചോദിക്കുന്നത്, പി ജയരാജനും ചോദിക്കുന്നത്. കാരണം പിയുടെ ആ ചോദ്യത്തിന് പ്രസക്തിയുണ്ട്. കാരണം ഒരു തെരഞ്ഞെടുപ്പ് ദിവസം ഒരു രാഷ്ട്രീയ ബോംബായി ഈ സാധനം ഇങ്ങനെ പൊട്ടി വീഴുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ പ്രതിരോധത്തിലായത് പാർട്ടിയും സർക്കാരും ഒക്കെയാണ്. അതുകൊണ്ട് തന്നെ വീഴ്ച സ്ഥിരീകരിക്കുകയാണ് ഇപ്പോൾ DC ബുക്സ് ചെയ്തിരിക്കുന്നത്. ജീവനക്കാരനെതിരെ നടപടി എടുത്തിരിക്കുന്നു. പുസ്തക വിവാദത്തിന്മേൽ പബ്ലിക്കേഷന്റെ ചാർജുള്ള വ്യക്തിക്കെതിരെയാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത്. പബ്ലിക്കേഷൻ മാനേജർ ശ്രീകുമാറിനെ ഇപ്പോൾ പുറത്താക്കിയിരിക്കുന്ന ഏറ്റവും പുതിയ വിവരമാണ് ഷിനോജ് പങ്കുവെച്ചത്.